ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഉടൻ ആലോചിക്കുന്നില്ല എന്ന് പറയുകയാണ് പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കൂടിയായിരുന്ന പി സരിൻ. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. 3.5 വർഷത്തിനിടെ 2 തെരഞ്ഞെടുപ്പുകൾ നേരിട്ടു. സ്ഥാനാർത്ഥി മോഹി എന്ന ആരോപണം എതിർപ്പാളയത്തിൽ നിന്ന് നേരിടേണ്ടി വന്നുവെന്നും സരിൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോഴാണ് ശരിക്കും ശശിയായത്. ഇപ്പം തെരഞ്ഞെടുപ്പ് ഫലം വന്നു. ഇനി എന്താണ് സരിന്റെ പ്ലാൻ? എന്താണ്? വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. 24-ാം തീയതിക്ക് ശേഷം മുന്നേ പറഞ്ഞതും ഏറ്റതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? അപ്പൊ അതൊക്കെ ചെയ്യണം. ഫലപ്രഖ്യാപനം നമ്മുടെ റൂട്ടീനെ ബാധിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ട്രോളി ബാഗ് വിവാദമൊക്കെ ഇത് വലിയൊരു തിരിച്ചടിയായില്ലേ? ഇല്ല, തിരിച്ചടിയായിട്ടില്ല. അത് തെറ്റിദ്ധാരണയാണ്. ഈ പൊട്ടനെ മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടനെ മനസ്സിലായിട്ടില്ല. ഈ പറയും 1 പഴിച്ചാൽ 3 എന്നുള്ളതാണ്. ഇനിയും തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് ഉടനെ തന്നെ. എന്തിന് ഇലക്ഷൻ എന്ന് തോക്കാനാണ്? ഇനി ഒറ്റപ്പാലം ഷൊർണൂരും ഒക്കെ പോയി ഞാന് തെരഞ്ഞെടുപ്പിനെ പറ്റി ഇപ്പൊ ആലോചിക്കുന്നില്ല. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. 3.5 വർഷങ്ങൾക്കുള്ളിൽ 2 തെരഞ്ഞെടുപ്പ് നേരിട്ട ഒരാളാണ്. ഭയങ്കരമായ ആള്. ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയായത് സ്ഥാനാർത്ഥി മോഹിയാണ് എന്നുള്ളൊരു വലിയ ആരോപണവും ഞാൻ നേരിടേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. സ്ഥാനമോഹി, സ്ഥാനാർത്ഥി മോഹി എന്നൊക്കെയാണ്. ആ ലേബലിൽ നിന്നൊന്ന് മാറുക എന്നുള്ളത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കറയിട്ടാ പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. ഇവിടെ എന്തൊക്കെ ബഹളമായിരുന്നു. മല്ലയാ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി.